നമസ്കാരം. ഏവർക്കും എയിമ വാർത്തകൾ പ്രതിവാര റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി നായർ. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ സജീവ പ്രവർത്തകനും ശ്രീനാരായണ മന്ദിര സമിതി കാന്തിവളി ബോറിവിളി യൂണിറ്റിന്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന ശ്രീ സുനിലിന്റെ വേർപാടിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ സജീവ പ്രവർത്തകനും ശ്രീനാരായണ മന്ദിര സമിതി കാന്തിവളി ബോറിവിളി യൂണിറ്റിന്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന ശ്രീ സുനിൽ തങ്കപ്പന്റെ വേർപാടിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. എയിമ മഹാരാഷ്ട്ര വനിതാ വിഭാഗം കൺവീനറായ ശ്രീമതി രാഗി സുനിലിന്റെ ഭർത്താവാണ് ശ്രീ സുനിൽ. അഡ്വക്കേറ്റ് നികിത സുനിൽ മകളാണ്. ശ്രീനാരായണ മന്ദിര സമിതി കാന്തിവളി ബോറിവിളി യൂണിറ്റിന്റെ മുൻ സെക്രട്ടറിയായിരുന്ന ശ്രീ സുനിൽ തങ്കപ്പൻ കുറച്ചു നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ എയിമയുടെ തുടക്കം മുതൽ തന്നെ അതിന് നൽകിയ അചഞ്ചലമായ പിന്തുണയുടെ പേരിലാണ് ശ്രീ സുനിൽ അറിയപ്പെടുന്നത്. സംഘടനയോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധവും പ്രതിബദ്ധതയും അതിന്റെ വളർച്ചയിലും വിജയത്തിലും നിർണായക പങ്കുവഹിച്ചു. ശ്രീ സുനിലിന്റെ അന്ത്യകർമ്മങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയായ 5B അംബ മാതാകൃപ ബിൽഡിംഗ്, അഗാർക്കർ ലൈൻ, നെഹ്റു റോഡ്, ഡോംബിവിളിയിൽ നടന്നു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ഒരു കൈത്താങ്ങാവാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മുൻകൈയെടുക്കുന്നു. എയിമയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ 25 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. എയിമയുടെ വിവിധ സംസ്ഥാനങ്ങൾ ഇതുവരെ 8ഓളം വീടുകൾ ഈ ദുരിത നിവാരണ പരിപാടിയിലേക്ക് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി തുടരുന്നു. ശക്തമായ മഴയും ഉരുൾപൊട്ടലുകളും കാരണം വയനാട് ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ അഭയാർത്ഥികളായി മാറിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ ദുരിതകാലത്ത് ഈ പ്രദേശത്തെ ദുരന്തബാധിതർക്ക് ഒരു കൈത്താങ്ങാവാൻ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മുൻകൈയെടുത്തു. എയിമയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ 25 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. എയിമയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ നിർദ്ദേശപ്രകാരം ഈ വീടുകളുടെ നിർമ്മാണം നടത്തും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു. നിർധനതയും ദുരിതവും അനുഭവിക്കുന്ന കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് അവരെ സഹായിക്കാനാണ് എയിമയുടെ ലക്ഷ്യം. എയിമയുടെ ഈ പ്രോജക്ടിന് വലിയ സ്വീകാര്യതയും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് വ്യക്തമാക്കി. ഈ സമൂഹത്തിൽ എയിമ ഒരു ഉത്തരവാദിത്തം വഹിക്കുന്ന സംഘടനയാണ്. വയനാടിലെ ദുരന്തബാധിതർക്ക് വീണ്ടും സ്വപ്നങ്ങളുടെ വീടുകൾ നിർമ്മിക്കാൻ എയിമ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് 25 വീട് വെച്ച് നടത്താൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയും ചേർന്ന് നടത്തിക്കൊടുക്കാമെന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ പ്രൊജക്റ്റിലേക്ക് സ്പോൺസർ ചെയ്ത എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ഫണ്ട് എത്രയും വേഗം സ്വരൂപിച്ച് ആ പദ്ധതി നമുക്ക് ഉടനെ തന്നെ നടപ്പിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി. വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും എയിമയോടൊപ്പം ചേർന്ന് ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ഈ പുതിയ വീടുകളുടെ നിർമ്മാണം ദുരിതബാധിതർക്ക് സുരക്ഷിതവും സമാധാനപരവുമായ ഒരു ജീവിതം നൽകും. എയിമയുടെ ഈ മാതൃകാപരമായ പ്രവർത്തനം ലോകത്തിലെ മറ്റ് സംഘടനകൾക്കും പ്രചോദനം നൽകുന്ന തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പുതിയ രക്ഷാധികാരിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് സ്ഥാനമേറ്റു. ഓഗസ്റ്റ് 6-ന് ഡൽഹി കേരള ഹൌസിൽ നടന്ന ചെറിയ ചടങ്ങിൽ എയിമയുടെ വിവിധ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി അറിയാം. സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസായിരുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമയുടെ രക്ഷാധികാരിയായി ഔദ്യോഗികമായി സ്ഥാനമേറ്റു. 2024 ഓഗസ്റ്റ് 6-ന് കേരള ഹൌസിൽ നടന്ന ലളിതമായ സ്വീകരണ ചടങ്ങിൽ എയിമയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ മറ്റു അംഗങ്ങളും പങ്കെടുത്തു. ഇന്ത്യൻ സുപ്രീം കോടതി മുൻ ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് എയിമയുടെ രക്ഷാധികാരിയായി ഔദ്യോഗികമായി ചുമതലയേറ്റത് സംഘടനയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ നിറയ്ക്കുന്നതാണ്. പരിപാടിയിൽ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ, ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, ദേശീയ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ P ജയരാജ് നായർ, ഉപദേശക സമിതി അംഗം ശ്രീ C ചന്ദ്രൻ, ഡൽഹി യൂണിറ്റ് സെക്രട്ടറി ശ്രീ C ജയകുമാർ, മറ്റ് എയിമ അംഗങ്ങളും സംബന്ധിച്ചു. ജുഡീഷ്യറിയിൽ ശ്രദ്ധേയമായ സേവനവും നീതിയോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് പ്രശസ്തനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് എയിമക്ക് സമാനതകളില്ലാത്ത അനുഭവവും നേതൃത്വവും നൽകുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ നമ്മുടെ രക്ഷാധികാരിയായി സ്വാഗതം ചെയ്യുന്നതിൽ എയിമക്ക് അഭിമാനമുണ്ടെന്ന് ചെയർമാൻ ശ്രീ ബാബു പണിക്കർ പ്രസ്താവിച്ചു. ആദരണീയനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ എയിമയുടെ രക്ഷാധികാരിയാകാൻ സമ്മതമറിയിച്ചത് എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. തന്റെ ഔദ്യോഗിക നീതി നിർവഹണ സമയത്ത് പോലും ദയ, കരുണ, സ്നേഹം എന്നീ മൂല്യങ്ങളെ നീതി നിർവഹണത്തിനും നിയമത്തിനും മുകളിൽ കണ്ട വ്യക്തിത്വമാണ്. എയിമയുടെ ഉദ്ദേശലക്ഷ്യം തന്നെ ഇന്ത്യയിലുടനീളമുള്ള മനുഷ്യരിൽ, പ്രത്യേകിച്ചും മലയാളികളിൽ, സഹജീവികളോടുള്ള കരുണയും സ്നേഹവും ദയയും സഹവർത്തിത്വവും വളർത്തിയെടുക്കുക എന്നാണ്. ആർദ്രതയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയാണ് എയിമയുടെ ഉദ്ദേശലക്ഷ്യം. എന്തുകൊണ്ടും ആദരണീയനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ എയിമയുടെ രക്ഷാധികാരിയാകാനുള്ള സമ്മതം അറിയിച്ചതിന് ഹൃദയംഗമായ കടപ്പാടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവവും അർപ്പണബോധവും എയിമയുടെ ദൌത്യം ശക്തമാക്കാനും സാംസ്കാരിക സംരക്ഷണം, സാമൂഹിക ക്ഷേമം, സാമൂഹിക ഐക്യം എന്നിവ കൈവരിക്കാനും സഹായകമാകുമെന്ന് ശ്രീ ബാബു പണിക്കർ പറഞ്ഞു.
എയിമ പ്രവാസി മലയാളികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനും ഇന്ത്യയിലുടനീളമുള്ള പിന്തുണയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും പ്രതിജ്ഞാബദ്ധമാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ സംയോജനത്തിൽ എയിമയുടെ സ്വാധീനവും സേവനവും ഗണ്യമായി ഉയരുമെന്നും മറ്റു സന്നിഹിതരായിരുന്ന എയിമ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും സാമൂഹിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളിലൂടെ മലയാളി സമൂഹത്തെ സേവിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രമുഖ സംഘടനയാണ് എയിമയെന്ന് ശ്രീ കുര്യൻ ജോസഫ് തന്റെ ആശംസ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യവ്യാപകമായ സാന്നിധ്യത്തോടെ സാമൂഹിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും മലയാളികൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും എയിമ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ രക്ഷാധികാരി സ്ഥാനത്തേക്ക് എന്റെ പേര് നമ്മളെല്ലാവരും സ്നേഹത്തോട്ട് വിളിക്കുന്ന ഗോപാലേട്ടൻ തന്നെ നിർദ്ദേശിച്ചു എന്നറിയുന്നതിലും അത് സംഘടനയുടെ നിർവാഹക സമിതി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു എന്നറിയുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. മലയാളികളുടെ ഒരു അംബ്രല്ല കുടയാണ് ഈ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. എല്ലാവരും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി നമുക്ക് നമ്മളാവുന്ന സഹായവും നമ്മളാവുന്ന ഭാഗഭാഗിത്വം എടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തിൽ കൊണ്ടു നടക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് കഴിയട്ടെ. അതിന് എന്നാലാവുന്ന തരത്തിലുള്ള എല്ലാ സഹായവും ഞാൻ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്നായി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് യൂണിറ്റും ഹരിതം സംഘവും സംയുക്തമായി രോഗം തരാത്ത ഭക്ഷണം എന്ന സെമിനാർ സംഘടിപ്പിച്ചു. ഈ ചടങ്ങിൽ ജൈവ പച്ചക്കറിയെ ഉപയോഗിച്ച് ആരോഗ്യമുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ പി എ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകവും ഹരിതം സംഘടനയും സംയുക്തമായി രോഗം തരാത്ത ഭക്ഷണം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ നടത്തി. എയിമ തമിഴ്നാട് ഘടകം സെക്രട്ടറി രാജൻ സാമുവേൽ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. എയിമ തമിഴ്നാട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ചെയർമാൻ എം ശിവദാസൻ പിള്ള ഭദ്രദീപും തെളിയിച്ച് നിർവഹിച്ചു. മുൻ ജനറൽ സെക്രട്ടറി പി എൻ ശ്രീകുമാർ, പ്രോജക്ട് ചെയർമാൻ സജി വർഗീസ്, മാർ കൽദായ സഭാ ദേവാലയ വികാരി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഡോക്ടർ പി എ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ജൈവ പച്ചക്കറി ഉപയോഗിച്ച് എങ്ങനെ രോഗമില്ലാതെ കൂടുതൽ കാലം ജീവിക്കാമെന്ന് അദ്ദേഹം ബോധവൽക്കരിച്ചു. സെമിനാറിൽ അദ്ദേഹം ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ച് 18 തരം വിഭവങ്ങൾ പാകം ചെയ്ത് സെമിനാറിൽ പങ്കെടുത്തവർക്കു വിതരണവും നടത്തി. 4 മണിക്ക് നടന്ന സമാപന ചടങ്ങിൽ എയിമ ഹരിതം പ്രവർത്തകർ ചേർന്ന് ഡോക്ടർ പി എ രാധാകൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിക്ക് സജി വർഗീസ്, ഷിബു ജോസഫ്, ലത കൃഷ്ണകുമാർ, സുനിത പ്രമോദ്, ദിനേന്ദ്രൻ അംബാലി, ബിവീഷ്, ശ്രീജ വിക്രം, ശ്രീജ മനോജ്, ഷെർലി ബിജു എന്നിവരും നേതൃത്വം നൽകി. ഖജാൻജി ടി മാധവന്റെ നന്ദി പ്രകാശനത്തോടുകൂടി ചടങ്ങ് സമാപിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജസ്ഥാൻ യൂണിറ്റ്, അതിന്റെ വനിതാ വിഭാഗം, യൂത്ത് വിങ്, മെദാന്ത ഹോസ്പിറ്റൽ എന്നിവയുടെ പങ്കാളിത്തത്തോടെ സൗജന്യ ആരോഗ്യ പരിശോധന ക്യാമ്പ് വിജയകരമായി സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 6 രാവിലെ പകൽ 10 മണി മുതൽ വൈകിട്ട് 3 മണിവരെ ആഷിയാന അത്വിക് സെക്ടർ 39 ബിവാഡിയിൽ വെച്ചായിരുന്നു ആരോഗ്യ പരിശോധനാ ക്യാമ്പ്. സമൂഹത്തിനുള്ളിൽ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പരിപാടി. കൂടുതൽ വിവരങ്ങളിലേക്ക്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജസ്ഥാൻ യൂണിറ്റ്, അതിന്റെ വനിതാ വിഭാഗം, യൂത്ത് വിങ്, മെദാന്ത ഹോസ്പിറ്റൽ എന്നിവയുടെ പങ്കാളിത്തത്തോടെ സൗജന്യ ആരോഗ്യ പരിശോധന ക്യാമ്പ് വിജയകരമായി സംഘടിപ്പിച്ചു. പൊതു ആരോഗ്യ പരിശോധന, രക്തസമ്മർദ്ദ നിരീക്ഷണം, ബ്ലഡ് ഷുഗർ പരിശോധന, കൊളസ്ട്രോൾ പരിശോധന, BMI കണക്കുകൂട്ടൽ നിരവധി സൗജന്യ മെഡിക്കൽ സേവനങ്ങൾ ക്യാമ്പിൽ വാഗ്ദാനം ചെയ്തു. ആരോഗ്യ അവബോധം വളർത്തുക, അവശ്യ മെഡിക്കൽ സേവനങ്ങൾ ചെലവില്ലാതെ നൽകുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, സാമൂഹിക ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷ്യങ്ങൾ. സ്ത്രീകളുടെയും യുവജന വിഭാഗങ്ങളുടെയും ശ്രദ്ധേയമായ സംഭാവനകളോടെ എയിമ രാജസ്ഥാൻ യൂണിറ്റ് സംഘടിപ്പിച്ച ഈ സംരംഭം പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നു. മേദാന്ത ഹോസ്പിറ്റലിന്റെ വിദഗ്ധ സംഘം ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ സേവനങ്ങളും കൌൺസിലിംഗും നൽകി. നാഷണൽ ജനറൽ സെക്രട്ടറി KR മനോജ്, എയിമ രാജസ്ഥാൻ പ്രസിഡന്റ് ഗോപിനാഥൻ, വനിതാ വിങ് കൺവീനർ പ്രശോഭരാജൻ, യൂത്ത് വിങ് കൺവീനർ അനൂപ് ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകിയ ഈ പരിപാടിയിൽ നിർവാഹക സമിതി അംഗങ്ങളായ അശോക് കുമാർ, പ്രമോദ്, അഭിജിത്ത്, അഖിൽ, ജിജീഷ്, ലത, ബെജി, ഉല്ലാസ് എന്നിവരും പങ്കെടുത്തു. ഈ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് 100-ലധികം ആളുകൾക്ക് പ്രയോജനം നൽകി. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക ഭൂപ്രകൃതിയെ ആഘോഷിക്കാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പുതിയ ക്യാമ്പയിൻ കലർ ആ നേഷൻ ഈ ഓഗസ്റ്റ് 15 വിവിധ സംസ്ഥാന സമിതികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഓരോ കോണിലും ഈ അരങ്ങേറും. ഐക്യവും ഉൾക്കൊള്ളലും പ്രോത്സാഹിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കാളികളാകാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു.
ആഗസ്റ്റ് 15 കളർ അവർ നേഷൻ എന്ന ഒരു പരിപാടി എല്ലാ സ്റ്റേറ്റുകളിലും നമ്മളെ ഒരേ സമയം നടത്തുന്നുണ്ട്. ആ പരിപാടി വമ്പിച്ചൊരു വിജയം ആക്കി തീർക്കാൻ എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന് സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എന്ന സംരംഭത്തിലൂടെ ദയയും പരിചരണവും പ്രചരിപ്പിക്കാനുള്ള ദൗത്യം തുടരുന്നു. ഈ ആഴ്ച രാജ്യത്തുടനീളമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമൂഹങ്ങളെ സേവിക്കുന്നതിൽ എയിമയുടെ പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് ആഹാരം നൽകുന്നതിന് വിവിധ സംസ്ഥാന യൂണിറ്റുകൾ ഒത്തുചേർന്നു. ഗോവ മുതൽ മഹാരാഷ്ട്ര വരെ, കർണാടക മുതൽ ഡൽഹി വരെ ഈ സംരംഭം നിരവധി സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ട്. പട്ടിണിയുമായി മല്ലിടുന്നവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ആവശ്യമുള്ളവർക്ക് ഭക്ഷണം സംരംഭത്തിന് കീഴിലുള്ള ഓരോ പരിപാടികളും എയിമയുടെ ശ്രമങ്ങളെ നയിക്കുന്ന ഐക്യത്തിന്റെയും അനുകമ്പയുടെയും ആത്മാവിനെ ഉയർത്തിക്കാട്ടുന്നു. കൂടുതൽ വാർത്തകളിലേക്ക്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലട്ടന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായ ഫുഡ് ഫോർ നീഡി എന്നൊരു പ്രോഗ്രാം എല്ലാ സ്റ്റേറ്റുകളിലും വളരെ വമ്പിച്ച വിജയത്തോടുകൂടി നടന്നു വരികയാണ്. എല്ലാ സ്റ്റേറ്റുകളും അത് നമ്മൾ സഹകരിച്ച് 365 ദിവസവും വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സ്റ്റേറ്റുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. 90 ദിവസത്തെ കർമ്മ പരിപാടി ആവിഷ്കരിച്ച നമ്മുടെ പല പ്രൊജക്റ്റുകളും പല ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാ സ്റ്റേറ്റുകളും നടത്തുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഡൽഹി സ്റ്റേറ്റ് യൂണിറ്റ് സമൂഹത്തിനുള്ളിൽ ആവശ്യമുള്ളവർക്ക് അവശ്യ പോഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എന്ന സംരംഭം വിജയകരമായി നടത്തി. സാമൂഹിക പ്രതിബദ്ധതയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും വേണ്ടിയുള്ള എയിമയുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായിരുന്നു ഈ പരിപാടി. ന്യൂഡൽഹിയിലെ എയിംസ് ട്രോമ സെന്ററിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന സഫ്ദർജംഗ് ധർമ്മശാലയിലാണ് ഈ സംരംഭം നടന്നത്. എയിമ ഡൽഹി സ്റ്റേറ്റ് യൂണിറ്റിലെ സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യാൻ ഒത്തുകൂടി. ഭക്ഷണ വിതരണം കാര്യക്ഷമമായും അനുകമ്പയോടെയും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച പ്രാദേശിക അംഗങ്ങളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും പരിപാടിക്ക് മികച്ച പിന്തുണ ലഭിച്ചു. സി ചന്ദ്രൻ, അജികുമാർ മേടയിൽ, ജയകുമാർ നായർ, സുജ രാജേന്ദ്രൻ, കൃഷ്ണൻ നമ്പ്യാർ, രാജേന്ദ്രൻ, രമാ സുനിൽ, നളിനി മോഹൻ, അനില ഷാജി, ആശാ ജയകുമാർ, സുധീർനാഥ്, വിജയകുമാർ, മനോജ് നായർ, വിനായക് നായർ തുടങ്ങിയ അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. ഈ മഹത്തായ പരിശ്രമത്തിൽ അവരുടെ പങ്കാളിത്തം പട്ടിണിയെ അഭിസംബോധന ചെയ്യുന്നതിനും ആവശ്യമുള്ളവരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള സമൂഹത്തിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എന്ന സംരംഭം സമൂഹത്തെ സേവിക്കുന്നതിനും വിശപ്പിന്റെ പ്രധാന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിനുമുള്ള നമ്മുടെ അർപ്പണബോധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ശ്രമം തുടരുന്നതിനും ആവശ്യമുള്ള കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് എയിമ ഡൽഹി സ്റ്റേറ്റ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജികുമാർ മേടയിൽ പറഞ്ഞു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗോവ സ്റ്റേറ്റ് യൂണിറ്റ് ഗോവയിലെ കോർട്ടാലിമിലുള്ള ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എന്ന സംരംഭം വിജയകരമായി സംഘടിപ്പിച്ചു. ഈ അനുകമ്പയുള്ള ശ്രമം കുട്ടികൾക്ക് അവശ്യ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിലും പ്രത്യേകിച്ച് മേഖലയിലെ ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് ഉടനടി ആശ്വാസം നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പത്മശ്രീ ശശി സോണി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എയിമ ഗോവയുടെ കാര്യക്ഷമവും അർപ്പണബോധവുമുള്ള സാമൂഹിക സേവനത്തെ അവർ അഭിനന്ദിച്ചു. പട്ടിണിയെ ചെറുക്കുന്നതിനും താഴെത്തട്ടിലുള്ളവരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശക്തമായ സാമൂഹിക പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന നിരവധി എയിമ ഗോവ അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം ഈ പരിപാടിയിൽ കണ്ടു. പട്ടിണിക്കെതിരെ പോരാടാനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള എയിമയുടെ രാജ്യവ്യാപക പ്രചാരണത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിലൂടെ ഉപജീവനം മാത്രമല്ല പ്രത്യാശയും പിന്തുണയും നൽകാനാണ് എയിമ ലക്ഷ്യമിടുന്നതെന്ന് ഗോവ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യമുള്ളവർക്കു ഭക്ഷണം എന്ന സാമൂഹിക ക്ഷേമ പരിപാടി മുംബൈ താനെയിലുള്ള മാനികേതൻ സൊസൈറ്റി ഹോം ഫോർ ദ ഗേൾസിൽ വിജയകരമായി ആരംഭിച്ചു. പരിപാടിയിൽ 115 പെൺകുട്ടികൾക്കും 20 ജീവനക്കാർക്കും പോഷകാഹാരം നൽകി. ദേശീയ വൈസ് പ്രസിഡന്റ് ഉപേന്ദ്രമേനോൻ പദ്ധതി അവതരിപ്പിക്കുകയും ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ദേശീയ പ്രസിഡന്റിന്റെ ജന്മദിന പരിപാടിയുമായുള്ള ബന്ധം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. എയിമ അംഗങ്ങളായ പ്രശാന്ത് വെള്ളാവിൽ, അഡ്വക്കേറ്റ് പ്രേമമേനോൻ, സുമാ മുകുന്ദൻ, നടരാജൻ, കെ.ടി. നായർ, ജ്യോതിന്ദ്രൻ, മുരളി പി. എൻ. ജോസഫ് എന്നിവർ ഈ ഉദ്യമത്തിന് പിന്തുണ നൽകി. പട്ടിണിയെ ചെറുക്കുന്നതിനും അധസ്ഥിത സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള എയിമയുടെ രാജ്യവ്യാപകമായ ക്യാമ്പയിനിലെ സുപ്രധാന ചുവടുവെപ്പാണ് ഈ സംഭവം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മധ്യപ്രദേശ് യൂണിറ്റ് ഭോപ്പാലിലെ മിസ്റോഡ് റോഡിലുള്ള മരിയ ഭവനിൽ ആവശ്യമുള്ളവർക്കു ഭക്ഷണം എന്ന സംരംഭം വിജയകരമായി നടത്തി. എയിമ മധ്യപ്രദേശ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈസ് ചെയർമാൻ ജെയിംസ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആവശ്യമുള്ളവർക്ക് അവശ്യ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യ അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിനും അധസ്ഥിതരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള എയിമയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ പ്രദേശത്തെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം വിതരണം ചെയ്തു. സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്താനുള്ള എയിമ മധ്യപ്രദേശിന്റെ തുടർച്ചയായ ശ്രമങ്ങളെ ഈ സംരംഭം എടുത്തുകാണിക്കുന്നുവെന്ന് എയിമ മധ്യപ്രദേശ് സംസ്ഥാന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ബഹുമാന്യരായ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് നമ്മൾ ഫുഡ് ഫോർ നീഡി എന്ന പ്രോഗ്രാം 10 സ്റ്റേറ്റ് അതിഗംഭീരമായി നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള സ്റ്റേറ്റ് ചെയ്യാമെന്ന് അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് ബഹുമാന്യനായ നമ്മുടെ ഗോപാലൻ അവരുടെ
ഒരു ഡ്രീം പ്രൊജക്റ്റായ വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ്. അത് ഭംഗിയായി തന്നെ എല്ലാ സ്റ്റേറ്റും ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒഡീഷ റൂർക്കേല യൂണിറ്റ് പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും സാമൂഹിക ഇടപെടലിനും പ്രതിജ്ഞാബദ്ധയോടെ വിജയകരമായി വൃക്ഷത്തെ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമ ഒഡീഷ റൂർക്കേല യൂണിറ്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതും സമൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതുമായ ഒരു വൃക്ഷത്തൈ നടീൽ പരിപാടി വിജയകരമായി നടപ്പാക്കി. പാർക്കിംഗ് ബസ്തിയിൽ നടന്ന പരിപാടിയിൽ എയിമ അംഗങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തത്തിന് ഈ പരിപാടി സാക്ഷ്യം വഹിച്ചു. റൂർക്കേല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീജയ സേതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ ഏകദേശം 51 മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പ്രദേശത്തെ ഹരിതാപമാക്കുന്നതിനും പരിസ്ഥിതി അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഭാവന നൽകി. നാഷണൽ ജനറൽ കൗൺസിൽ അംഗം ശ്രീ ആർ അംബുജാക്ഷൻ നായർ, വൈസ് പ്രസിഡന്റ് ശ്രീ ബിജേഷ് നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സൂക്ഷ്മമായി ഏകോപിപ്പിച്ചത്. ജോയിന്റ് സെക്രട്ടറി കെ വി ജെയിംസ്, നിർവാഹക സമിതി അംഗങ്ങളായ അനിൽകുമാർ, പ്രദീപ് മേനോൻ, രാജീവ് നായർ, ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി ഗ്രേസി ഡേവിഡ് എന്നിവർ ഇവരെ പിന്തുണച്ചു. എയിമയുടെ വിവിധാംഗങ്ങളുടെ പങ്കാളിത്തം പരിപാടിയെ കൂടുതൽ സമ്പന്നമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക സേവനത്തിനുമുള്ള എയിമയുടെ നിരന്തരമായ പ്രതിബദ്ധതയാണ് വൃക്ഷത്തൈ നടീൽ പരിപാടി പ്രതിഫലിപ്പിക്കുന്നത്. സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതിക്കും പ്രാദേശിക സമൂഹങ്ങൾക്കും പ്രയോജനപ്പെടുന്ന സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനും അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള യൂണിറ്റ് കോഴിക്കോട് മാനാഞ്ചിറയിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ രേഖപ്പെടുത്തി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ രാജ്പാൽ മീണ IPS ആദ്യ ദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ നാശനഷ്ടങ്ങൾ വിതച്ച ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള യൂണിറ്റ് കോഴിക്കോട് മാനാഞ്ചിറയിൽ ദീപം തെളിയിച്ച് അനുശോചന ചടങ്ങുകൾ നടത്തി. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ രാജ്പാൽ മീണ IPS ആദ്യ ദീപം തെളിയിച്ചു. ചടങ്ങിൽ പ്രമുഖ കവി PK ഗോപി, മാതൃഭൂമി ചീഫ് എഡിറ്റർ PV ചന്ദ്രൻ, ചലച്ചിത്ര സംവിധായകൻ VM വിനു, എയിമ സംസ്ഥാന പ്രസിഡന്റ് AK പ്രശാന്ത്, ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ പൊയിലൂർ, ദേശീയ സെക്രട്ടറി VP സുകുമാരൻ, വനിതാ വിഭാഗം ദേശീയ അധ്യക്ഷ അനിത പാലാരി, വിവിധ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മലയാളി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകാനും ഈ പരിപാടി ഒരു ഇടം നൽകി. ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ആശ്വാസവും പ്രതീക്ഷയും നൽകാനുള്ള എയിമ കേരളയുടെ സമർപ്പണവും ഇത് അടിവരയിടുന്നു. പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നതിനും ആവശ്യമുള്ളവരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള എയിമയുടെ നിരന്തരമായ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നതിനും സമൂഹത്തിനുള്ളിലെ ശക്തിയുടെയും ഐക്യത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഈ പരിപാടി ഒരു ജാഗ്രയായി വർത്തിച്ചു. മെഴുകുതിരിവെട്ടം കേവലം വിലാപം മാത്രമല്ല, ദുരന്തമുഖത്ത് സമൂഹത്തിന്റെ സഹിഷ്ണുതയുടെയും സഹാനുഭൂതിയുടെയും സ്ഥിരീകരണം കൂടിയായിരുന്നു. ദുരിതബാധിതരായ കുടുംബങ്ങൾക്കുള്ള പിന്തുണ തുടരുന്നതിനും അവരുടെ വീണ്ടെടുക്കലിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിനും എയിമ കേരള പ്രതിജ്ഞാബദ്ധമാണെന്ന് കേരള സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ജയ്പൂരിൽ മർച്ചന്റ് നേവി കോഴ്സ് പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഗുരുതരമായ സാഹചര്യം അഭിമുഖീകരിക്കുന്നു. എയിമ ദ്രുതകർമ്മ വിഭാഗം റിപ്പോർട്ടിലേക്ക്. മറൈൻ ചാർട്ടറിംഗ് ആൻഡ് മറൈൻ സോഴ്സസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ കുടുങ്ങി മലയാളി വിദ്യാർത്ഥികൾ. ജയ്പൂരിൽ മർച്ചന്റ് നേവി കോഴ്സ് പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഗുരുതരമായ സാഹചര്യം അഭിമുഖീകരിക്കുന്നത്. വിദ്യാർത്ഥികൾ ആവശ്യമായ മുഴുവൻ തുകയും അടച്ചിട്ടും ബഹ്റൈനിലെ ജോലി നിയമനം സംബന്ധിച്ച പ്രതിബദ്ധത പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു. ശ്രേയസ് പി രാജിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ മറ്റ് 5 പേർക്കൊപ്പം മറൈൻ ചാർട്ടറിംഗ് ആൻഡ് മറൈൻ സോഴ്സസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ മർച്ചന്റ് നേവി കോഴ്സിൽ ചേർന്നത്. 6 മാസത്തെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ ബഹ്റൈനിൽ ജോലി നൽകുമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിരുന്നാലും കമ്പനി ഈ വാഗ്ദാനം പാലിക്കുകയോ ആവശ്യമായ വിസകളും വിമാന ടിക്കറ്റുകളും നൽകുകയോ ചെയ്തിട്ടില്ല. മറൈൻ ചാർട്ടറിംഗ് ആൻഡ് മറൈൻ സോഴ്സസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ദിൽരാജ് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആവർത്തിച്ച് ഒഴിവ് കഴിവുകളും ഇതര തീയതികളും നൽകിയിട്ടും വേണ്ട നടപടി കൈക്കൊള്ളുന്നില്ല. ഇത് വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന ജീവിത ചെലവുകൾ നിർവഹിക്കാൻ കഴിയാതെയും വാടക കൊടുക്കാൻ കഴിയാതെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരു മാസമായി ദിൽരാജുമായി ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടാകാത്തത് അവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനും മറൈൻ ചാർട്ടറിംഗ് ആൻഡ് മറൈൻ സോഴ്സസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നീതി ഉറപ്പാക്കാനും അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ഇപ്പോൾ ആവശ്യപ്പെടുന്നു. കമ്പനി അതിന്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നു, അല്ലെങ്കിൽ ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് എയിമ രാജസ്ഥാൻ സെക്രട്ടറി ശ്രീ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജയ്പൂർ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മർച്ചന്റ് നേവി കോഴ്സിൻ്റെ പഠനത്തിനായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ 6 കുട്ടികൾ ജയ്പൂരിലെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കുകയും സ്ഥാപനം വാഗ്ദാനം ചെയ്ത ജോലി അത് ബഹ്റൈനിലേക്കായിരുന്നു. അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ഈ കുട്ടികൾ എയിമ രാജസ്ഥാൻ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. 6 മാസമായ കോഴ്സ് കഴിഞ്ഞിട്ട് 6 മാസമായുണ്ട്, 1 വർഷമായ ആളുകളുണ്ട്, 3 മാസം കോഴ്സ് കഴിഞ്ഞവരുമുണ്ട്.
അപ്പോൾ അതിനുശേഷം ഇവർ സ്ഥാപനത്തിനോട് ഇടപെടുമ്പോൾ അവർ പറയുന്നത് ഇന്ന് വരും നാളെ വരും എന്നുള്ളൊരു തീയതി ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക, അല്ലാതെ അതിനൊരു പ്രതിവിധി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് എയിമ ഭാരവാഹികൾ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ പ്രതിനിധിയായ ശ്രീ ദിൽരാജുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞു 1-2 ദിവസത്തിനകത്താവുമെന്ന് പറഞ്ഞു. ഇന്നേ വരെ ആയിട്ടില്ല. ഈ പറഞ്ഞ് നമുക്ക് വാഗ്ദാനം ചെന്നിട്ട് 1 മാസത്തോളമായി. അങ്ങനെ ഇരിക്കെ എയിമ ഭാരവാഹികൾ ജയ്പൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ബിജു ജോസഫ് സാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ വിവരങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിച്ചു. അദ്ദേഹം സ്ഥാനീയ പോലീസ് സ്റ്റേഷനിലെ SHOയുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് പറയുകയുണ്ടായി. ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ അവർക്ക് തിരികെ കൊടുക്കുക, ഒരു പൈസ തിരിച്ചു കൊടുത്ത് അവരെ നാട്ടിൽ വിടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. പലരിൽ നിന്നും ഇവർ 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം ഇങ്ങനെ പല വിധത്തിലുള്ള തുകകളാണ് ഈടാക്കിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള ഘടകം ഈ മാസം ആദ്യം നിശ്ചയിച്ചിരുന്ന സുകൃതപദം പരിപാടി മാറ്റിവെച്ചതായി അറിയിച്ചു. വിശദമായ വാർത്തയിലേക്ക്. എയിമയുടെ ദേശീയ പ്രസിഡന്റും സർവോപരി മലയാളികളുടെ അഭിമാനവുമായ ശ്രീ ഗോകുലം ഗോപാലന് കോഴിക്കോട് വെച്ച് മലബാർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകുന്നതിനു വേണ്ടിയാണ് സുകൃതപദം എന്ന പരിപാടി എയിമ കേരള ഘടകം വിഭാവനം ചെയ്തത്. ഈ മാസം ആദ്യ ആഴ്ച നടത്താനിരുന്ന പരിപാടികളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ലോകത്തെ തന്നെ നടുക്കിയ വയനാട് ദുരന്തം സംഭവിച്ചത്. കൊച്ചു വിദ്യാർത്ഥികളുൾപ്പെടെ നിരവധി ജീവനുകളാണ് ഈ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. മരിച്ചവരുടെ ദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ട് മരവിച്ച മനസ്സുമായി നമ്മുടെ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും അവിടെ ജോലി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മാസം ഒരു ആദരവ് പരിപാടിയിൽ പങ്കുകൊള്ളാൻ ശ്രീ ഗോകുലം ഗോപാലന് താൽപ്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് പരിപാടികൾ മാറ്റിവെക്കുകയായിരുന്നുവെന്ന് ജനറൽ കൺവീനർ ശ്രീ രവീന്ദ്രൻ പൊയിലൂർ പറഞ്ഞു. ഈ വരുന്ന ഒക്ടോബർ 25, 26 വെള്ളി ശനി ദിവസങ്ങളിൽ ഈ പരിപാടി നടത്തുവാൻ ധാരണയായിട്ടുണ്ട്. ഒക്ടോബർ 25-ന് ബിസിനസ് കോൺക്ലേവ്, 26-ന് ആദരവ് എന്ന രീതിയിൽ പരിപാടി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 26-ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സാന്നിധ്യവും പരിപാടിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഈ ആഴ്ചയിലെ എയിമ വാർത്തകൾ പ്രതിവാര റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാഴ്ചക്കാർക്കും അവരുടെ തുടർച്ചയായ പിന്തുണയ്ക്കും സമർപ്പണത്തിനും നന്ദി പറയുന്നു. അടുത്ത ഞായറാഴ്ച രാത്രി 8 മണിക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. हिंदुस्तान हमारा।